ഉച്ചക്ക് പാനിപൂരി കഴിച്ചു തുടങ്ങിയിട്ട് രാത്രി ഒരു 5, 6 നല്ല തണുത്ത ഷേക്ക് വരെ ഒറ്റയിരുപ്പിന് കുടിച്ച ഒരു ദിവസമായിരുന്നു 2 ദിവസം മുമ്പേ കഴിഞ്ഞു പോയത്. ഒരു സ്ഥലത്ത് ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രാവിലെ പോയതായിരുന്നു. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് തന്നെ കാര്യമായിട്ടൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. കാലി ചായ മാത്രം കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര വിശപ്പ്. ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂർ കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു കഫേയിൽ പോയിട്ട് അവിടുന്ന് ഒരു പാനിപൂരി കഴിച്ച് പിന്നെ ചിക്കൻ സ്റ്റേക്ക് ഓർഡർ ചെയ്തു. ചിക്കൻ സ്റ്റേക്ക് റെഡിയാവാൻ എന്തായാലും കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ അതുവരെ എന്തായാലും എന്നെക്കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റൂല എന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ടാണ് ആദ്യം ഞാൻ പാനിപൂരി കഴിച്ചത്. എന്നിട്ട് പിന്നെ ആ സ്റ്റേക്കും കഴിച്ച് കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. സ്റ്റേക്ക് രസമുണ്ടായിരുന്നു. അതിന് ശേഷം ലേശം മധുരമാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത ആ സ്പെഷ്യലായിട്ടുള്ള മറ്റേ പിസ്താഷ്യോ കുനാഫ കേക്കില്ലേ, അതും ഒരെണ്ണം കഴിച്ച്. കുറേ ആയ മധുരം കഴിച്ചിട്ട്. ഇന്നാങ്കിൽ വല്ലാത്തൊരു ഷുഗർ ക്രേവിങ്ങും പിന്നെ ശരീരത്തിനെല്ലാം മൊത്തം ഒരു തളർച്ച മതിയും. ഷുഗർ കുറഞ്ഞിട്ടാണെന്നാണ് എൻ്റെ ഒരു സംശയം. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിക്കളയാമെന്ന് വിചാരിച്ചിട്ട് ആ ആ ടബ്ബ് കണ്ട ഈ പിസ്താഷ്യോ കുനാഫേൻ്റെ അത് മൊത്തം അങ്ങോട്ട് കഴിച്ചിന്. അപ്പോൾ സ്പോട്ട് ലോലിനുമാണ്. അങ്ങനെ അവിടുന്ന് അത് കഴിച്ച് ബാക്കി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് കണ്ണൂരേക്ക് എത്തുമ്പോഴത്തേക്ക് സമയം ഒരു 2 മണിയായിട്ടുണ്ടാവും. അവിടുന്ന് ആ കേക്ക് കഴിച്ചിട്ട് അത് കൂടിപ്പോയിട്ട് മത്തായിട്ടാണോ എന്നൊന്നും അറിയില്ല. കണ്ണൂർ എത്തുമ്പോഴത്തേക്കും ബിരിയാണി കഴിക്കാനുള്ള വല്ലാത്തൊരു ക്രേവിങ്. എന്നാ ഇവിടെ കഴിക്കാനുള്ളതെന്നൊന്നും ചോദിക്കാണ്ട് ഞാൻ ഇരുന്നപാട് ചിക്കൻ ബിരിയാണി അങ്ങോട്ട് ഓർഡർ ചെയ്ത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആളുകൾ ഇടുന്ന് കല്ലുമ്മക്കായ് ബിരിയാണിയിൽ ഓർഡർ ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെ. പിന്നെ ചിക്കൻ ബിരിയാണി ഒഴിവാക്കാൻ എന്നെക്കൊണ്ട് പറ്റൂല. അനക്കാണെങ്കിൽ കല്ലുമ്മക്കായ് ബിരിയാണി ഒന്ന് ട്രൈയും ചെയ്യണം. പിന്നെ എന്നാ വഴി? രണ്ടും ഓരോന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് എടുത്തോന്ന് പറഞ്ഞു. എന്നിട്ട് 2 ബിരിയാണിയും ഒരേ സമയത്ത് ഒരേ വാഴയിലയിൽ ഒപ്പരങ്ങോട്ട് തട്ടിയിട്ട് ആദ്യമോ ചിക്കൻ ബിരിയാണി മെല്ലെ കഴിച്ചു തുടങ്ങിയേ. ലേശം ബിരിയാണി റൈസ് മാത്രം കഴിച്ചു നോക്കിയിട്ടാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ ആ ചിക്കൻ്റെ ചെസ്റ്റ് പീസിന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് അതാ ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടും കഴിച്ചു. ലെഗ് പീസ് എനിക്ക് വേണ്ടേ വേണ്ടാന്ന് ബിരിയാണി ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാനും അവനോട് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ചെസ്റ്റ് പീസാണ് കിട്ടിയത്. ഇനി ചിക്കൻ ബിരിയാണീൻ്റെയും കല്ലുമ്മക്കായ് ബിരിയാണീൻ്റെയും കൂടെ അക്കമ്പനിമെൻ്റ് ആയിട്ടുള്ളത് തൈര് സലാഡുണ്ട്, ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറുണ്ട്, പിന്നെ നല്ല തേങ്ങാ ചമ്മന്തിയുണ്ട്. ചമ്മന്തി ലേശം കുറച്ചിട്ട് ബാക്കി രണ്ട് സമസമം കൂട്ടിയിട്ട് ബിരിയാണി റൈസ് അവിടെ കുഴച്ചാടെ വെച്ചിട്ട് അതിൻ്റെ ഇടയിലോട്ട് വീണ്ടും ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരുന്നേ. നല്ല ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് പിന്നെ എടുത്തിതായി കല്ലുമ്മക്കായ് ബിരിയാണിയും കഴിച്ചു നോക്കി. അത് തീരെ പോരാ. അപ്പോൾ അങ്ങനെ അവിടുന്ന് അതെല്ലാം കഴിച്ചിറങ്ങി. പിന്നെ കണ്ണൂർ 2, 3 ആൾക്കാരെ കാണാനുണ്ടായിരുന്നു. അവരെയെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം അതിലൊരാൾ ഞാനും കൂടെ നേരെ നമ്മളെ വളപട്ടണമില്ലേ, കണ്ണൂർ വളപട്ടണം അവിടുത്തെ സാഗർ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുന്ന് ഒരു സ്പെഷ്യൽ ചായയും ഞാൻ കുടിച്ച്. പിന്നെ ഒരു പ്ലേറ്റ് പക്വട വാങ്ങിച്ചിന്. പക്വട ചൂടുണ്ടായിട്ടില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചിക്കൻ സമൂസയും കഴിച്ചു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചൂട് ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മളെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചില്ലേ, പയ്യാമ്പലം ബീച്ചിൻ്റെ അങ്ങേ എൻഡിലുള്ളൊരു റിസോർട്ടിൽ ഒരു പ്രൊഡക്റ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. അതും ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നേരെ ഞാൻ വണ്ടി തലശ്ശേരിയിലേക്കാവട്ടെ. ഒരൊറ്റ ഷേക്ക് കുടിക്കാനും വന്നിട്ടൊന്ന് മാഹി പെട്രോൾ പമ്പില്ലേ ജിയോ, അവിടെ പോയിട്ട് വണ്ടിയിലെ എണ്ണയൊന്ന് ഫുൾ ടാങ്ക് ആക്കാനെല്ലാം കൂടെ വന്നതാണ് ഞാൻ. പക്ഷേ ഈടുന്ന് ഞാൻ 1, 2, 3, 4, 5, 6 മറ്റോ ഷേക്ക് കുടിച്ചിന് കേട്ടോ. അപ്പോൾ ആദ്യം കുടിച്ചത് ഇവിടുന്ന് ഡേറ്റ്സ് അവക്കാഡോ ഷേക്കാണ്. അത് ഞാൻ വിത്തൗട്ടാണ് കുടിച്ചത്. അവക്കാഡോ വിത്തൗട്ട് കുടിച്ചിട്ട് നിങ്ങൾക്ക് ശീലമില്ലെങ്കിൽ കുടിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടാവില്ല. ഞാൻ പൊതുവേ അത് വിത്തൗട്ട് കുടിച്ച് ശീലമുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതിന്. അതിന് ശേഷം ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടില്ല, അതായത് നിലവിൽ ഏറ്റവും ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഷേക്ക് ഓർഡർ ചെയ്ത് അതാണ് ഈ ഞാവൽപ്പഴം അല്ലെങ്കിൽ നേർക്ക അല്ലെങ്കിൽ ജാമുൻ ഷേക്ക്. നല്ല കട്ടപ്പാലും പഞ്ചസാരയും ഞാവൽപ്പഴവും ഇത് മൂന്നുമാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ഐറ്റംസ്. പിന്നെ നാലാമതായിട്ടൊരു സ്പെഷ്യലായിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അത് സീക്രട്ടാണ്. സാധനം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അല്ല, ഐസ്ക്രീം ഒന്നും അല്ല കേട്ടോ, വേറൊരു ഐറ്റാണ്. അപ്പോൾ അതങ്ങനെ റെഡിയാക്കിയിട്ട് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചെന്നേ. ഇനി ഇത് മെല്ലെ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ പീടിയേൻ്റെ സൈഡിൽ ഇടന്നിട്ട് ഒന്ന് കുടിച്ച് നോക്കട്ടെ. ഏ നേരത്തെ കണ്ട കളറല്ലല്ലോ. ഇതൊന്നും ഇപ്പം ഇതിൻ്റെ കളർ മാറിയെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അതെൻ്റെ ലൈറ്റ് ഓഫ് ആക്കിയോണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുടിച്ച് നോക്കി, ഒരു രക്ഷയില്ലേ. അത്രയും അടിപൊളിയായിരുന്നു. വെറും 80 ഉറുപ്പ്യയുള്ളൂ ആ നേർക്ക ഷേക്കിൻ്റെ റേറ്റ്. അതിന് ശേഷം ഞാൻ ഏകദേശം അതേ കളറിൽ വരുന്ന ബ്ലൂബെറി ഷേക്ക് ഇടുന്ന് കുടിച്ചത്. 110 ഉറുപ്പ്യയാണ് ഈ ബ്ലൂബെറി ഷേക്കിൻ്റെ റേറ്റ്. നമ്മളെ കണ്ണൂർ ടൗണിലൊന്നും ബ്ലൂബെറി ഷേക്ക് ഈ റേറ്റിന് കിട്ടുകയില്ല. മിനിമം 140 ഉറുപ്പ്യ, 130 ഉറുപ്പ്യ മറ്റേ തുടങ്ങുന്നത്. 140, 150, 160, 170 വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. 110 ഉറുപ്പ്യക്ക് ഇത് ഒരു രക്ഷയില്ലാത്ത ഡീലാണ്. ഇതിൻ്റെ അകത്ത് മറ്റേ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ അകത്ത് വരുന്നൊരു പുളിപ്പെല്ലുണ്ടല്ലോ, അതിനെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയിക്കളി. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ ഷേക്കും കുടിച്ചതിന് ശേഷം നാലാമത്തെ ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിവിടുത്തെ ഓൾ ടൈം മോസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് സ്പെഷ്യൽ ഷേക്കാണ്. വെറും 80 ഉറുപ്പ്യയാണ്. അത്തിപ്പഴം, ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, ബദാമെല്ലാം ഇഷ്ടം പോലെ ഇട്ടിട്ട് വരുന്ന ഈ ഡ്രൈ ഫ്രൂട്ട് ഷേക്കിൻ്റെ റേറ്റ്. ഈ ഒരു റേറ്റിന് ഇങ്ങനത്തെ ഒരു ഷേക്ക് വേറെ എവിടെയും കിട്ടുമോ? അനക്ക് തോന്നുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോ, നമുക്ക് ആദ്യം പോയിട്ട് കുടിച്ച് നോക്കാം. ഇത്രയും നേരം ഇരുന്ന് കുടിച്ച പോലത്തെ ഒരു ഷേക്ക് അല്ല കേട്ടോ ഇത്. ഇതാണ് ഇവിടുത്തെ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഹെവി ആയിട്ടുള്ള ഷേക്ക് എന്ന് ഞാൻ പറയും. വയറ് ശരിക്കും ഫുള്ളാവുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 80 ഉറുപ്പ്യക്ക് അടിപൊളിയായിട്ട് വർത്താത്.
അപ്പോൾ അങ്ങനെ അതും കുടിച്ച് പിന്നെ ഇവിടെ എന്നാ സ്പെഷ്യലും ചോദിച്ചു തരുമോ? അവർ പറഞ്ഞു നമ്മളെ കോക്ടെയിൽ ഭയങ്കരമാണ്, കുറേ ആളുകൾ കുടിക്കലുണ്ട്, നല്ല അഭിപ്രായമാണെന്നുള്ളത്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എനിക്കും ഒരു കോക്ടെയിൽ എടുത്തോ. അതിനോട് ഇപ്പം ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് വേവിച്ച ക്യാരറ്റ് കുറച്ചധികവും കർമൂസ് കുറച്ചും എടുത്തിട്ട് ഓൻ ആ ഈസി കുക്കിൻ്റെ ബ്ലെൻഡറിൽ അതിൻ്റെ അകത്തിട്ട് നല്ലോണം അടിച്ച് ഐസ്ക്രീമും പിന്നെ മറ്റേ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റിൽ ഇട്ടിട്ട് നല്ലോണം അടിച്ചിട്ട് അവസാനം അനാറും ആപ്പിളും ലേശം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മറ്റേ കപ്പിലേക്ക് ഒഴിച്ച് തന്നാ കേട്ടോ. കുടിച്ച് നോക്കി. നമ്മൾ കണ്ണൂരിൽ നിന്ന് കുടിക്കുന്ന ആ ഒരു കോക്ടെയിലിൻ്റെ സ്റ്റൈലേ അല്ല, കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്, കുറച്ചും കൂടെ ഡിഫറെൻറ്റ് ഫ്ലേവർ തന്നെയാണ്. അത് സ്ഥിരം കുടിക്കുന്നവർക്ക് ശരിക്കും മനസ്സിലാവും. സംഭവം കൊള്ളേനു. അപ്പോൾ അതും കുടിച്ച് എന്നിട്ട് ഇവിടുന്ന് ഒരു ഷേക്കും കൂടെ കുടിച്ച്. അത് ഇവിടുത്തെ ഈ മാംഗോ പാഷൻ എന്ന് പറഞ്ഞ വേറൊരു സ്പെഷ്യലായിട്ട്, അത് ഞാൻ വിത്തൗട്ടാണ് കുടിച്ചത്. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. പക്ഷേ നല്ല മൂവിങ് ആയിട്ടാണ് പോലും. അപ്പോൾ അതും കുടിച്ചതിന് ശേഷം ലാസ്റ്റ് ഒരു ഫ്രഷ് ജ്യൂസ് അങ്ങോട്ട് കുടിപ്പിച്ച് സിട്രസിൻ്റെ. 100 രൂപയാണ് സിട്രസ് ജ്യൂസിൻ്റെ റേറ്റ്. ഏകദേശം 5 സിട്രസ് മറ്റോ മൂപ്പര് ഇനി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്പോട്ട് നമ്മളെ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ BMP സ്കൂളിൻ്റെ തൊട്ട് സൈഡിൽ കോഫി ഹൗസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഷെയ്ക്ക് ആൻഡ് ചാട്ട പുലർച്ചെ 3 മണി വരെയുണ്ട് ഈ ഷെയ്ക്കിൻ്റെ ഷോപ്പ്. അപ്പോൾ ആടുന്ന് അതെല്ലാം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല മത്തായിരുന്നു മധുരം കഴിച്ചിട്ട്. പിന്നെ കുറച്ച് നേരം തലശ്ശേരിയിലോട്ടൊന്ന് നടന്നിട്ട് നമ്മളെ നാരങ്ങാപ്പുറം ഉണ്ടല്ലോ, നാരങ്ങാപ്പുറം KFCൻ്റെ ബിൽഡിങ്ങിലുള്ള ലാഫയർ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടായ ഈ കാന്താരി മീൻ ബാസ ഉണ്ടല്ലോ, ബാസ കാന്താരി ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം ഉണ്ട്. അതും കഴിച്ച് പിന്നെ അവിടുന്ന് ഒരു വെള്ളയപ്പവും പറഞ്ഞ് ഒരു ആട്ടപ്പൊറോട്ടയും പറഞ്ഞ് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അവരെ സ്പെഷ്യൽ വെജിറ്റബിൾ കുറുമയുണ്ട്. കോളിഫ്ലവറും ബീൻസും പിന്നെ പനീറും ക്യാരറ്റും ക്യാപ്സിക്കും എല്ലാം ഇട്ടിട്ട് വരുന്നൊരു സ്പെഷ്യൽ ഈ വെജിറ്റബിൾ കുറുമ. അതും കഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ നടന്നിട്ട് നേരെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങി.